കണ്ണൂർ ഇത്ര അടിപൊളി സ്ഥലമാണോ? എനിക്ക് വളരെ സ്പെഷ്യലാണ് കേട്ടോ. എനിക്കും ഉണ്ണിക്കും അങ്ങനെ തന്നെയായിരിക്കും. ബിക്കോസ് ഞങ്ങൾ എല്ലാ വെക്കേഷനിലും മുടങ്ങാതെ പോയിട്ടുള്ള ഏക ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതാണ് പറശ്ശിനിക്കടവ്. അതായത് ഞങ്ങൾ കൂടുതലും പോയിട്ടുള്ളത് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ്. മുത്തപ്പൻകാവ്, ഗുരുവായൂർ, മൂകാംബിക, കാടാമ്പുഴ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ. അല്ലാതെയുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒന്നും അച്ഛനും അമ്മയ്ക്കും ഓക്കെ ആയിരുന്നില്ല കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് മുത്തപ്പൻകാവിലാണ്. മുത്തപ്പനോട് അത്രയ്ക്കൊരു അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. 2 ദിവസത്തേക്കൊക്കെയാണ് പോവുക. ഒരു ദിവസം അവിടെ പോയി മുത്തപ്പൻ്റെ വെള്ളാട്ടമൊക്കെ കണ്ട് രാത്രി അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിറ്റേ ദിവസം തൊഴുതിട്ട് തിരിച്ചു വരും. ഒരേ സ്ഥലമാണ് കാണുന്നതെങ്കിലും ഒരേ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും കുട്ടികളായപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ലക്ഷറി ഫീലിംഗ് ആയിരുന്നു. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഭയങ്കര ഓവർവെൽംഡ് ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവിടുത്തെ വളരെ സ്പെഷ്യലാണ് അവിടുത്തെ ചോറും. ഒരു ചോറും അതിൻ്റെ കൂടെ ഒരു പരിപ്പ് കറിയും അതിൻ്റെ കൂടെ ഒരു മോരും ഉണ്ടാവുക. അത് ലോകത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ് അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വെക്കേഷന് ആർണവിനെയും കൂട്ടി കണ്ണൂർ മുത്തപ്പനെ കാണാൻ പോയപ്പം പഴയ കുട്ടിക്കാലത്തേക്ക് പോയൊരു ഫീലായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, എന്നാലും മുത്തപ്പനെ കണ്ടു. അവിടുത്തെ കടയിലൊക്കെ കയറി കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ എവിടെയോ ആ പഴയ കുട്ടിക്കാലത്തിലേക്ക് പോയൊരു ഫീലായിരുന്നു കേട്ടോ.